എന്തോ? പൂക്കൾ എടുക്ക. എനിക്കൊന്നും വേണ്ട. വധുവരന്മാരെ അനുഗ്രഹിക്കാൻ ഉതിർപ്പൂക്കൾ വേണ്ടേ? ഇതെടുക്ക. അതല്ല നാട്ടു നടപ്പ്. ഓ, അതോ പട്ടണത്തിൽ നിന്ന് വന്നതുകൊണ്ട് ഇതൊന്നും ആവശ്യമില്ലെന്നാണോ? നീ ഒന്ന് നിർത്താവോ? പൂക്കളെടുത്താ പോരെ, നീ മിണ്ടാതിരിക്കും. സമയത്രേ? മുഹൂർത്തം കഴിഞ്ഞോ? ആദ്യം ടെൻഷൻ അടിക്കൊന്നും വേണ്ട. മുഹൂർത്തത്തിന് ഇനി 5 മിനിറ്റ് കൂടി ഉണ്ട്. അതെ, താലി കെട്ടാൻ സമയായി. എല്ലാരും അങ്ങോട്ട് വരും. നീ ചാടിപ്പടച്ച് എഴുന്നേക്കണ്ട, കിടന്നോ. ചേച്ചിയുടെ വിവാഹം കാണണമെന്ന് ആദിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? സാജ, അമ്മുന്റെ വിവാഹം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആദിയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഡോക്ടർ പറഞ്ഞിട്ട് പോയത് സാജനും കേട്ടതല്ലേ, തലയ്ക്കടി കിട്ടിയതല്ലേ. ആദി കിടന്നോട്ടെ. ഇനിയിപ്പോ എഴുന്നേറ്റ് നടന്ന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാലോ. ആദി, സാരല്ലടോ, താൻ വിഷമിക്കണ്ട. തന്റെ സിറ്റുവേഷൻ ചേച്ചിക്ക് മനസ്സിലാവുമല്ലോ. എടോ മനുഷ്യ, താൻ എത്രയോ സിനിമകളിലും സീരിയലുകളിലും നല്ല നല്ല നായക വേഷങ്ങൾ ചെയ്തിട്ടുള്ള താൻ എന്തിനാടോ വില്ലനായിട്ട് എന്റെ ജീവിതത്തിലോട്ട് കയറി വന്നത്? അതെന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ദാസപ്പ, ആദിമോന്റെ കൂടെ താൻ ഇവിടെ തന്നെ ഉണ്ടാകണം. ഓ അതെ, നീ റെസ്റ്റ് എടുക്ക്. ഡോക്ടർ പ്രത്യേകം പറഞ്ഞല്ലേ ഒരു ശ്രദ്ധ വേണമെന്ന്. അതുകൊണ്ട് നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി, അങ്ങോട്ട് വരണ്ട. കേട്ടല്ലോ? എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. ഇറങ്ങാനോ? അത് കൊള്ളാമല്ലോ. കല്യാണം കൂടി എന്റെ കുട്ടികളെ അനുഗ്രഹിച്ചിട്ടേ സാജം പോകാവൂ. അയ്യോ, പിന്നെ തന്നെയല്ല, പുത്തമ്പുരക്കൽക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുകയും വേണ്ടേ. നനച്ചിരിക്കാതെ ഞങ്ങൾക്കൊരു സെലിബ്രിറ്റി വീണ് കിട്ടിയതല്ലേ. ഈ സെലിബ്രിറ്റി അത്ര പെട്ടെന്നൊന്നും വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് എന്റെ ഏട്ടനെ ഏട്ടത്തെ അനുഗ്രഹിച്ചിട്ടേ സാജൻ ചേട്ടനെ ഞങ്ങൾ വിടൂ. അല്ലേ മുത്തശ്ശ? പിന്നല്ലാതെ. എന്നാ പിന്നെ ഇറങ്ങാം. മുഹൂർത്തത്തിന് സമയമായി. ദേ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. കുഞ്ഞേ, നല്ല വേദനയുണ്ടോ? വേദന ഉണ്ടെങ്കിൽ ചേട്ടൻ ആ വേദന മാറ്റി തരൂ. എന്തോ? പൂക്കൾ എടുക്ക. എനിക്കൊന്നും വേണ്ട. വധുവരന്മാരെ അനുഗ്രഹിക്കാൻ ഉതിർപ്പൂക്കൾ വേണ്ടേ? ഇതെടുക്ക. അതല്ല നാട്ടു നടപ്പ്. ഓ, അതോ പട്ടണത്തിൽ നിന്ന് വന്നതുകൊണ്ട് ഇതൊന്നും ആവശ്യമില്ലെന്നാണോ? നീ ഒന്ന് നിർത്താവോ? പൂക്കളെടുത്താ പോരെ, നീ മിണ്ടാതിരിക്കും. ശല്യം. അതെ, ഇത് പൂക്കളാ. ആ ഗുണ്ടകളോടുള്ള ദേഷ്യം ഈ പൂക്കളോടല്ല കാണിക്കേണ്ടത്. നീ ഒന്ന് പോയി തരാവോ? ഞാൻ പോയിക്കോളാം. പിന്നെ പൂക്കൾ ഒരുപാട് വീശിയെറിയല്ലേ. നല്ല അടി കിട്ടിയതല്ലേ, വേദന ഉണ്ടാവും.
ഇനി വധുവിന്റെ പിതാവ് മുന്നോട്ട് വന്ന് കന്യാദാനം നടത്താം. എഴുന്നേറ്റോ. ഇനി വരൻ വധുവിന്റെ കൈപിടിച്ച് മണ്ഡപത്തിന് 3 വലം വെച്ചുള്ളൂ.